നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ പനമ്പിള്ളി കാർഗിൽ റോഡും കട്ടിലപ്പൂവം പേര ആയുർവേദ OPയും റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്തിലെ വനിതകൾക്കും വയോജനങ്ങൾക്കുമായി ആരംഭിച്ച യോഗ പരിശീലനം പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നന്ദി അറിയിച്ചു. മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ തെരുവുനായ്ക്കൾക്കും വളർത്തുനായ്ക്കൾക്കും പേവിഷബാധയ്ക്കെതിരെ വാക്സിനേഷൻ നടത്തിയതിന്റെ ഉദ്ഘാടനം വൈസ് ചാൻസലർ KS അനിൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മാടക്കത്ര പഞ്ചായത്ത് പനമ്പിള്ളി കാർഗിൽ റോഡ് റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ, പുഷ്പ ചന്ദ്രൻ, KP പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം ജിൻസി ഷാജു, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, പഞ്ചായത്ത് സെക്രട്ടറി അരുൺ T. ജോൺ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. അതിലൊരു നല്ല പങ്കും ചെലവഴിക്കപ്പെട്ട പഞ്ചായത്താണ് മാടക്കത്ര പഞ്ചായത്ത്. മാടക്കത്ര പഞ്ചായത്തിൽ റോഡുകളുടെ കാര്യത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക. പൊങ്ങണങ്കാട് മുതൽ കരിമത്ര വരെയുള്ള റോഡ് പൊങ്ങണങ്കാട് കരിമത്ര റോഡല്ല, അത് പീച്ചി വാഴാനി കോറിഡോറിൻ്റെ ഭാഗമാണ്. മുടിക്കോട് നിന്ന് ആരംഭിച്ച് കരിമത്ര വരെ നമ്മുടെ ഈ പഞ്ചായത്തിലൂടെയും, അത് കഴിഞ്ഞാൽ പിന്നെ ഹൈവേയും, പീച്ചിയിലാണെങ്കിൽ ഇപ്പം നിങ്ങൾ പോയി നോക്കിയാൽ ടൂറിന് പോകാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള മലയോര ഹൈവേയും കൂട്ടി വരുമ്പോൾ പീച്ചിയിൽ നിന്ന് വാഴാനിയിലേക്ക് വരേണ്ട ആളുകൾക്ക് കടന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയായി അത് മാറുക. എന്തുകൊണ്ടാണ് പൊങ്ങണങ്കാട് കരിമത്തർ റോഡ് ഇത്തിരി നേരം വൈകുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആ റോഡ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. പുത്തൂരിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു റോഡ് 47,18,00,000 രൂപ ചെലവഴിച്ചിട്ട് നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 47,18,00,000 രൂപ കൊടുത്ത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങി റോഡ് നിർമ്മിക്കുമ്പോൾ ഒരു സംഘം ആളുകൾ ചോദിക്കുകയാണ്, പടമൊക്കെ എടുത്ത് കാണിക്കുകയാണ്, ഇവിടെ കാന പണിതതിന് അപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ടല്ലോ, ഈ സ്ഥലം ഇങ്ങനെ മേടിച്ച് വെറുതെ ഇടേണ്ട വല്ല കാര്യമുണ്ടോ? ചിലരങ്ങനെയാണ്, ക്ഷീരമുള്ളൊരധികം ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന് പറഞ്ഞതുപോലെ ചില ഘട്ടങ്ങളിൽ നമ്മുടെ ആളുകൾക്ക്, ചില ആളുകൾക്ക്, അപൂർവമായിട്ടുള്ള ചില ആളുകൾക്ക് വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്ന് പറയാൻ പേടിയാവുകയും ആ വികസന പ്രവർത്തനങ്ങളെ വക്രീകരിച്ച് കാണിക്കാൻ അവരുടെ ഫോണിലൂടെ എടുക്കുന്ന ചിത്രങ്ങൾ മതി എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ചില അപകടങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെയും അത് കാണാൻ പറ്റും. കാനയുടെ അപ്പുറത്ത് സ്ഥലം ഉണ്ടാകും. എന്തിനാണ് ആ സ്ഥലം? അത് കേരളത്തിലൊരു പുതിയ മുന്നേറ്റമാണ് റോഡ് നിർമ്മാണ രംഗത്ത്. യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട്, ജോലി കിട്ടിയാൽ ഉടനെ ഒരാഴ്ച ലീവ് എടുക്കണമെന്ന് മോഹൻലാൽ പറഞ്ഞതുപോലെ റോഡ് പണിത് കഴിഞ്ഞാൽ അപ്പോൾ കുത്തിപ്പൊളിക്കാനുള്ള കേബിളുകാരൻ വരും, വാട്ടർ കണക്ഷൻകാരൻ വരും, പിന്നെ പല വിധത്തിലുള്ള ഏജൻസികൾ വരും. ഇനി നമ്മുടെ കരിമത്ര മുടിക്കോട് റോഡിൽ എത്ര വലിയ തമ്പുരാൻ വന്നാലും റോഡ് കുത്തിപ്പൊളിക്കാൻ പറ്റൂല. പക്ഷേ ആവശ്യത്തിന് കുടിവെള്ളത്തിന്റെ പൈപ്പ് ഇടണ്ടേ, ആവശ്യത്തിന് കേബിൾ ഇടണ്ടേ, ആവശ്യത്തിന് ഇലക്ട്രിസിറ്റി പോസ്റ്റ് വേണ്ടേ? അതിനുവേണ്ടിയാണ് കാന കഴിഞ്ഞ് രണ്ടിടത്തും ഏതാണ്ട് 1 മീറ്റർ വീതിയിലുള്ള സ്ഥലം എടുത്ത് വെക്കുന്നത്. ഇനി എന്തൊക്കെ നടത്താനുണ്ടെങ്കിലും അവിടെ നടത്തിയേക്കണം, അതിന് പുറത്ത് ഒരാളെയും അനുവദിക്കില്ല. അത്ര സാങ്കേതികമായിട്ടും ശ്രദ്ധേയമായിട്ടും പരിജ്ഞാനമുള്ള വിധത്തിലുള്ള തയ്യാറെടുപ്പാണ്. ആളുകൾ ഇങ്ങനെയാണ്, പല വിധത്തിലുള്ള ഉദാഹരണങ്ങൾ. ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് പൂർണ്ണമായിട്ടും ചൂരൽമലയിലായിരുന്നു. ചൂരൽമലയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവിടെ എൽസ്റ്റോൺ എന്ന് പറഞ്ഞ എസ്റ്റേറ്റിൽ നിർമ്മാണം തുടങ്ങിയിട്ടുള്ള വീടുകളിൽ ആദ്യം പൂർത്തീകരിച്ചൊരു വീട് കണ്ടിട്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ എല്ലാ ഫെസിലിറ്റിയും കണ്ടിട്ട്, എന്നിട്ട് 2 ചിത്രങ്ങൾ കാണിച്ചിട്ട് ചില ആളുകൾ പറയുകയാണ് 15 ലക്ഷം രൂപയുടെ മുകളിലിരിക്കുന്നത്, താഴത്തിരിക്കുന്നത് 30 ലക്ഷം രൂപയുടെ
ഒരു വിദ്വാൻ എഴുതിയിരിക്കുകയാണ്, തറയില്ലാത്തൊരു വീടോ. എന്തൊക്കെ കോമാളിത്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഞാനിപ്പോൾ അതും പഠിച്ചു. സാധാരണ ഭൂമിയിൽ 1.5 മീറ്റർ താഴത്തേക്ക് കുഴിയെടുത്തിട്ട് കരിങ്കല്ല് കൊണ്ട് തറ കെട്ടി അതിൻ്റെ മുകളിലേക്ക് 1 മീറ്റർ കൂടി എടുത്ത് 10 സെന്റിമീറ്റർ വലിപ്പത്തിൽ ബെൽറ്റ് വാർത്തിട്ടാണ് ഒരു 2 നില വീട് പണിയുക. അതിന് ചെലവ് കുറച്ച്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നന്ദി അറിയിച്ച് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിൽ നിന്നും പിന്തുണ ലഭിച്ചു. ഡൽഹിയിൽ നിന്നടക്കം വലിയ പിന്തുണ ഉണ്ടായി. തീവ്രവാദ ഗ്രൂപ്പുകളും നിർബന്ധിത മതപരിവർത്തനം നടത്തപ്പെടുന്നവരും ശിക്ഷിക്കപ്പെടണമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മലയാളികളായ വന്ദന, പ്രീതി എന്ന 2 സിസ്റ്റേഴ്സ് ആഗ്രയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ ആശുപത്രിയിലേക്ക് ജോലിക്കാരെ ലഭിക്കാൻ വേണ്ടി അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിൽ നിന്ന് 2 യുവതികളെ, ക്രിസ്ത്യാനികളായ 2 യുവതികളെ അവരുടെയും മാതാപിതാക്കളുടെയും അനുവാദത്തോടെ കൊണ്ടുപോകാനായി ദുർഗ് എന്ന ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ 2 പേരെയും തെറ്റായ രീതിയിൽ ശരിയല്ലാത്ത ആരോപണത്തിൻ്റെ പേരിൽ അവർ അറസ്റ്റ് ചെയ്ത് 25-ാം തീയതി മുതൽ ജയിലിലാക്കി. ഇന്ന് ഓഗസ്റ്റ് 2-ാം തീയതി അവർക്ക് ജാമ്യം ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് CBCIയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ വിവിധ വ്യക്തികൾ കക്ഷി രാഷ്ട്രീയമൊന്നും കൂടാതെ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് വ്യക്തിപരമായി തന്നെ എനിക്കറിയാം. കാരണം ഡൽഹിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. വളരെ പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഇങ്ങനെ ജാമ്യം ലഭിക്കാൻ. ഈ അവസരത്തിൽ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടൊപ്പം ഈ കേസ് തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് ഉപാധികളോടെയാണ് ജാമ്യം നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ തെറ്റായ രീതിയിൽ ചിലരുടെ കുറ്റാരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം, ആഗ്രഹം. അതിനു വേണ്ട നടപടികൾ ബന്ധപ്പെട്ട എല്ലാവരും സർക്കാരുകളും ചെയ്യണം. എന്തുകൊണ്ട് തെറ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകം വ്യക്തമാണ്. ഒന്ന്, മേജർ ാണ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ അനുവാദത്തോടെ ജോലിക്ക് വേണ്ടി പോയതാണ്. പക്ഷെ അവരുടെ മേൽ കുറ്റം ചുമത്തപ്പെട്ടത് അവർ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത് നടത്തി, അവർ മതപരിവർത്തനം നടത്തി. ഇത് രണ്ടും തെറ്റായതുകൊണ്ട് തന്നെയാണ് ഈ കേസ് എത്രയും വേഗം ക്വാഷ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതിനുവേണ്ടി സഹായിച്ചവരെ എല്ലാം ഞാൻ ഓർക്കുന്നു. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ആരുടെയും പേര് പറയുന്നില്ല, എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, അല്ലെങ്കിൽ സർക്കാരിനോടും ബന്ധപ്പെട്ട എല്ലാവരോടും പറയാനുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനകളൊന്നായ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം നൽകപ്പെട്ടിട്ടുള്ള മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും അത് ധ്വംസിക്കപ്പെടരുത്. അത് സംരക്ഷിക്കപ്പെടാൻ തീർച്ചയായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടികൾ എടുക്കണം. ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ മതസ്വാതന്ത്ര്യത്തിൻ്റെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെയൊക്കെ ലംഘനമായിട്ട് തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ സംസ്ഥാനങ്ങൾ വിവിധ രീതികളിൽ വിവേചനങ്ങളും ആക്രമണങ്ങളും ക്രൈസ്തവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്രൈസ്തവർക്കറിയാം 2000 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. ഈ അടുത്ത് ഇത് വിദേശ മതമാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അടക്കം കുറ്റപ്പെടുത്തിയത്. മാത്രമല്ല, ക്രൈസ്തവർ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നില്ല എന്ന് പ്രൈം മിനിസ്റ്ററോടും ഹോം മിനിസ്റ്ററോടും ബന്ധപ്പെട്ട എല്ലാവരോടും പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ, ഫ്രിഞ്ച് ഗ്രൂപ്പ്സ്, അവർക്കെതിരെ അവരെ നിയന്ത്രിക്കണം. നടത്തറ പഞ്ചായത്ത് പരിധിയിലെ വനിതകൾക്കും വയോജനങ്ങൾക്കുമായി ആരംഭിച്ച യോഗ പരിശീലനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് നിർവഹിച്ചു. എരവിമംഗലം സബ് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത് അധ്യക്ഷത വഹിച്ചു.
പഞ്ചായത്ത് പരിധിയിലെ വയോജനങ്ങളുടെയും വനിതകളുടെയും മാനസികമായ പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് യോഗ പരിശീലനം സംഘടിപ്പിക്കുന്നത്. തുടർച്ചയായ 9ാം വർഷമാണ് പരിപാടി സംഘടിപ്പിച്ചു വരുന്നത്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിയ ഗിഫ്റ്റൻ, പഞ്ചായത്ത് അംഗം കെ ജയൻ, യോഗ ട്രെയിനർ സൗമ്യ ദീപാങ്കുരൻ എന്നിവർ സംസാരിച്ചു. എന്ന് പറയുന്നത് കേവലം റോഡുകളോ തോടുകളോ കെട്ടിടങ്ങളോ നിർമ്മിക്കുക എന്നത് മാത്രമല്ല, നമ്മുടെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് ഒരു ഐശ്വര്യ സമൃദ്ധമായ ഒരു നാട് സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് വികസനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് ഭരണസമിതി കണ്ടുകൊണ്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തുടർച്ചയായി നമ്മുടെ വയോജനങ്ങളുടെ, വനിതകളുടെ, കുട്ടികളുടെയൊക്കെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന്, അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇത്തരം പരിപാടികൾ നമ്മൾ ആവർത്തിച്ച് നടപ്പിലാക്കി വരുന്നത്. പ്രൊജക്റ്റിൻ്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി 3 മാസത്തെ തുടർച്ചയായ പരിശീലനം നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അതുവഴി ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ദിനചര്യകളിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിരവധി വ്യത്യാസങ്ങൾ നമുക്ക് തുടർച്ചയായ വർഷങ്ങളിൽ അത് നടപ്പിലാക്കുന്നവർക്ക് അറിയാം. നല്ല വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് നമുക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് ഈ പ്രൊജക്റ്റ് ഇനിയും അടുത്ത വർഷങ്ങളിൽ വേണമെന്നുള്ള ഒരു അഭിപ്രായം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തു തന്നെയായാലും നമ്മൾ ഈ ഒരു പരിശീലന പരിപാടികളിലേക്ക് കൂടുതൽ ആളുകളെ എത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. ആധുനിക ക്ലാസ് മുറികൾ ഒരുക്കാൻ കോർപ്പറേഷൻ 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പ്രൊജക്ടർ തുടങ്ങിയവയുടെ വിതരണോദ്ഘാടനം മേയർ എം കെ വർഗീസ് നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷന് കീഴിലുള്ള സർക്കാർ സ്കൂളുകളിൽ ആധുനിക ക്ലാസ് മുറികൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി കോർപ്പറേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17 സ്കൂളുകൾക്ക് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, 4 സ്കൂളുകൾക്ക് പ്രോജക്ടറും നൽകാൻ 10 ലക്ഷം രൂപ വകയിരുത്തി. വിതരണോദ്ഘാടനം ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ വെച്ച് മേയർ നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ സീന, ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിലെ ഹെഡ്മിസ്റ്റേഴ്സ് ബിന്ദു KP, പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രതി എന്നിവർ ആശംസകൾ അറിയിച്ചു. മാടക്കത്ര പഞ്ചായത്ത് കട്ടിലപ്പൂവം പേര ആയുർവേദ OP റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സാവിത്രി രാമചന്ദ്രൻ, പുഷ്പ ചന്ദ്രൻ, KP പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജിൻസി ഷാജി, ജെയ്മി ജോർജ്, EV വിനീഷ്, EV പുഷ്പാങ്കദൻ എന്നിവർ സംബന്ധിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര സ്വാഗതവും ഡോക്ടർ MN മായ നന്ദിയും അറിയിച്ചു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് DPC വർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടി വന്നാൽ അത്രയും നന്നായി. ഒരു സേവനത്തിൻ്റെ ഭാഗമായിട്ട് അവരത് കൈകാര്യം കൂടി ചെയ്താൽ നമുക്ക് നമ്മുടെ ഈ ആയുർവേദ കേന്ദ്രത്തിൽ 2 ദിവസമെങ്കിൽ 2 ദിവസം അവിടെ മരുന്ന് കൊടുക്കാൻ ഡോക്ടർമാർ രോഗികളെ കാണാൻ വന്നാൽ ആയുർവേദവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട ചികിത്സകളുടെ ഒരു പൊതുസ്ഥിതി മാറി. നമ്മുടെ പഞ്ചായത്തിൻ്റെ അകത്തൊരു പൊതു പ്രത്യേകത, ഒരുപക്ഷെ വികസനം എന്നതുകൊണ്ട് പഞ്ചായത്ത് അർത്ഥമാക്കുന്നത് വിശാലമായിട്ടുള്ളൊരു നാടിൻ്റെ പൊതുവായിട്ടുള്ള മുന്നേറ്റം, റോഡുകളും പാലങ്ങളും മാത്രമല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാടാകെ മാറി വരുന്ന വളരെ അഭിമാനകരമായിട്ടുള്ള ചിത്രം കാണുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന നേരം കൊണ്ട് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ചികിത്സാ വകുപ്പിൻ്റെ ചീഫായിട്ടുള്ള ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ റീനെ വിളിക്കുകയും ഇവിടെ നിന്ന് ഒരു പുതിയ കെട്ടിടം കൂടി പണിയാനുള്ള സ്കെച്ച് PWD നൽകിയ അംഗീകാരത്തിൽ അയച്ചിട്ടുണ്ട്. നാളെ മറ്റന്നാൾ പാസ്സാക്കിക്കൊണ്ടായി. അങ്ങനെ വന്നാൽ ഓണത്തിന് മുമ്പ് തന്നെ നമുക്ക് നിർമ്മാണ പ്രവർത്തനമാണ്. പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായിരുന്നു മാത്രമല്ല, കരിമക്കാട് ആശുപത്രി നല്ല സ്പേസോടും കൂടിയിട്ടുള്ള ഒരു ആശുപത്രി. നമ്മുടെയൊക്കെ കുട്ടികൾ പഠിക്കുന്നത് സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ നേരത്തെ മാടക്കത്തറ പുത്തൂർ പഞ്ചായത്തുകളുടെയും മലപ്പുറം പഞ്ചായത്തുകളുടെയും ഫുട്ബോൾ മേളയ്ക്ക് ക്ഷണിക്കാൻ ഡോൺ ബോസ്കോ സ്കൂളിലെ അച്ഛനും അധ്യാപകരുമുണ്ട്. അവിടേക്കൊക്കെ നമ്മുടെ കുട്ടികളെ വിടുക അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട്, യാത്ര മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മലയോര മേഖലയിൽ സാധാരണ കുട്ടികളെ വിടുന്നത് ആ നാട്ടിലെ സ്കൂളുകളിലാണ്, കട്ടപ്പൂർ സ്കൂൾ.
പട്ടികപ്പുറ സ്കൂളിൽ ഇപ്പോൾ നമ്മൾ ചെലവഴിച്ചിട്ടുള്ള കോടിയുടെ കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു 6-7 കോടി രൂപ ഏറ്റവും ചുരുങ്ങിയതാണ്. അവിടെ ആദ്യം ഒരു 2 കോടി രൂപയുടെ 2 ഘട്ടങ്ങളിൽ MLA ഫണ്ട് ചെലവഴിച്ചു. ഇപ്പം 2 കോടി രൂപയുടെ ബിൽഡിംഗ് പണിയുന്നുണ്ട്. 3 കോടി രൂപയുടെ നമുക്കൊക്കെ അതിശയം തോന്നാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് അധിക ദൂരത്തിൽ പോയി പഠിക്കണമെങ്കിൽ വരാൻ പറ്റുന്ന വിധത്തിൽ ഒരു വാഹനം അവർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പട്ടികപ്പുറം പോലെ ഒരു മലയോര മേഖലയിൽ നിൽക്കുന്ന സ്കൂളിലും സ്കൂൾ വഴി അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും എത്ര വലിയ സൗകര്യങ്ങളാണ് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത്. മാടക്കത്ര പഴയ മാടക്കത്രയല്ല, അതിൻ്റെ ഉൾമേഖലകളിൽ പോലും വലിയ വിധത്തിലുള്ള റോഡുകളും സൗകര്യങ്ങളും ഉണ്ടാകുന്ന വിധത്തിൽ നമ്മുടെ യാത്ര എളുപ്പമാണ്. പട്ടയം ഇപ്പോൾ വിതരണം ചെയ്തതിൻ്റെ കണക്കുകൊണ്ട് തീരില്ല. ഇപ്പോൾ ഇനിയും ഏതാണ്ട് 250ഓളം പട്ടയ ഫയലുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു മാസക്കാലത്തിനുള്ളിൽ കൊടുക്കാൻ ഇരിക്കുന്നതാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കലാക്കിയതിൽ പ്രതിഷേധിച്ച് പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മൗനജാഥ നടത്തി. ശനിയാഴ്ച രാവിലെ പള്ളിയിൽ നിന്ന് പുത്തൂർ സെന്ററിലേക്ക് നടത്തിയ മൗനജാഥയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ ജോജു പനക്കൽ, ഡീക്കൻ മൈക്കിൾ, ഏകോപന സമിതി കൺവീനർ പ്രിൻസ് ഐനിക്കൽ, കൈക്കാരന്മാരായ സന്തോഷ് ആട്ടോക്കാരൻ, ഷോയ് മാളിയേക്കൽ, സണ്ണി മാളിയേക്കൽ, ഷാജി തട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന BJP സർക്കാരിന്റെ വർഗീയതയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. വെട്ടുക്കാട് സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ ധർണയും ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റിസൺ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് നോബിൻ തച്ചീലിക്കര അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കാവ്യ രഞ്ജിത്ത്, യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അൽജോ ചാണ്ടി, ജില്ലാ സെക്രട്ടറി റെജിൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ സൊസൈറ്റി ഫോർ അനിമൽ പ്രൊഡക്ഷൻ മാനേജ്മെന്റ് സ്ഥാപക ദിനത്തിൽ മണ്ണുത്തി വെറ്ററിനറി ആശുപത്രിയിൽ തെരുവു നായകൾക്ക് വാക്സിനേഷൻ നൽകി. മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം എന്നിവ ലക്ഷ്യമിട്ട് ISAPM ഘടകം സൊസൈറ്റിയുടെ സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് വാക്സിനേഷൻ ഡ്രൈവ് സംഘടിപ്പിച്ചത്. മണ്ണുത്തിയിലെ യൂണിവേഴ്സിറ്റി വെറ്ററിനറി ആശുപത്രിയിൽ വെച്ചാണ് പരിപാടി നടന്നത്. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ KS അനിൽ ഉദ്ഘാടനം ചെയ്തു. കോളേജ് ഡീൻ ഡോക്ടർ അല്ലി കെ, പ്രിവന്റീവ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ PV ട്രീസാമോൾ, വെറ്ററിനറി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ലൈജു M ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു. ലൈവ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ ജോൺ എബ്രഹാം സ്വാഗതം അറിയിച്ചു. ഡോക്ടർ സുരാജ് PT നന്ദി അറിയിച്ചു. പ്രിവന്റീവ് മെഡിസിൻ വിഭാഗം, CTV മണ്ണുത്തി വെറ്ററിനറി കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ എന്നിവരുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആദ്യഘട്ടം എന്ന നിലയിൽ വെറ്ററിനറി കോളേജ് ക്യാമ്പസിലെ വളർത്തുനായകൾക്കും തെരുവു നായകൾക്കുമാണ് പേവിഷബാധയ്ക്കെതിരായി വാക്സിനേഷൻ നൽകിയത്. കെ വാസുവിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ച വോളണ്ടിയർ സംഘമായ സ്ട്രേ അനിമൽ ഹ്യൂമൻ ഹാൻഡ്ലിംഗ് ആൻഡ് റെസ്ക്യൂ പ്ലാറ്റൂണിലെ അംഗങ്ങളാണ് വാക്സിനേഷൻ നൽകുന്നതിനുള്ള സഹായം നൽകിയത്. ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ, കാലം നമ്മിൽ ഒന്നായി മാറി, ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487 237 2374.
മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. 2025 ഓണം ഖാദി വിപണനമേള എനിക്കും വേണം ഖാദി തൃശൂർ നോർത്ത് ഭവനിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 2025 ഓണം ഖാദി വിപണനമേള എനിക്കും വേണം ഖാദി തൃശൂർ നോർത്ത് ഭവനിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓണത്തിനുള്ള എല്ലാവിധ തുണിത്തരങ്ങളും കൈത്തറി സാരികൾ, ഷർട്ടുകൾ, മുണ്ടുകൾ എന്നിവ ധാരാളമായി സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും അവരുടെ അഭിരുചിക്കനുസരിച്ച് ഇഷ്ടമുള്ള ഫാഷനിലുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാം. കരകൗശല വസ്തുക്കളും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ സ്പെഷ്യൽ റിബേറ്റ് ആരംഭിച്ചിട്ടുണ്ട്. സാധാരണ 10% റിബേറ്റിന് പുറമെ 20% റിബേറ്റ് ഓണക്കാലത്ത് നൽകുന്നു. മണ്ണുത്തി ബൈപ്പാസ് ജംഗ്ഷനിൽ ഹൈവേയുടെ ജോലിക്കാർ താമസിക്കുന്നത്, കുളിക്കുന്നതും ബാത്റൂമിൽ പോകുന്നതും ഈ വേസ്റ്റ് കുഴിയിലാണ് നിക്ഷേപിക്കുന്നത്. ഇത് കാരണം ഓട്ടോ തൊഴിലാളികൾക്കും ബസ് കയറാൻ നിൽക്കുന്നവർക്കും അസഹനീയമായ ദുർഗന്ധം മൂലം ഇവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല. പുത്തൂർ കൈനൂർ ഉണർവ് വയോജന ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൈനൂർ ശിവക്ഷേത്ര ഊട്ടുപുരയിൽ സംഘടിപ്പിച്ച പരിപാടി പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, വയോജന ക്ഷേമ സമിതി പ്രസിഡന്റ് KR വിജയകുമാർ, സെക്രട്ടറി P മുകുന്ദൻ, ട്രഷറർ TR നടരാജൻ, വാർഡ് മെമ്പർ PB സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ഔഷധശാലയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടർ K ഗോപിക വാർദ്ധക്യ സഹജമായ രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. തുടർന്ന് രോഗപരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. നല്ല സഹകരണത്തോടുകൂടി രാഷ്ട്രീയം നോക്കാതെ അല്ലെങ്കിൽ മറ്റു വകഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം ഈ വാർഡിനകത്തുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ വയോജന ക്ഷേമ സമിതി. ഇവരെ 2-3 ദിവസം മുന്നാണ് എന്നെ കാണാൻ വന്നത്. അതിനോട് മുന്നേ നമ്മുടെ രവീന്ദ്ര മാഷ് പഞ്ചായത്ത് എൻ്റെ ബന്ധം കഴിച്ച ആൾ അദ്ദേഹം നേരത്തെ വിളിച്ചിരുന്നു. എന്നോട് പറഞ്ഞു ഇങ്ങനെ വയോജന ക്ഷേമ സമിതി വെച്ചിട്ടുണ്ട്, നമ്മൾ അവർക്കൊരു മെഡിക്കൽ ക്യാമ്പ് തയ്യാറാക്കിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. 2-3 ദിവസം മുന്നേ ഇതിൻ്റെ ക്ഷേമ സമിതിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വന്നു. തീർച്ചയായും ഞാൻ എത്താമെന്ന് പറഞ്ഞത് ഇവിടെ വയോജനങ്ങളെ കലാപരിപാടികൾ, അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കൽ, എല്ലാ കാര്യങ്ങളും ഇവിടെ കൊല്ലത്തിലൊരു വർഷത്തിലൊരു പ്രാവശ്യം നമ്മുടെ ഈ ഹോളിനകത്ത് ഒരു കൂടാറുണ്ട്. ആ ഒരു കൂടിച്ചേരലേക്ക് നേരം വൈകിയാൽ അവരിലൊരു മുറുമുറുപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഈ ക്ഷേമസമിതിയിലെ അംഗങ്ങളെല്ലാവരും കൂട്ടായിട്ട് നമ്മുടെ വാർഡിനകത്ത് വിവിധ ഭാഗങ്ങളിലാണ് ഇത് താമസിക്കുന്നതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാനും സംസാരിക്കാനും അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെയുള്ളൊരു വേദിയായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വാർഡിനകത്ത് ഓരോ പകൽ വീട് നിർമ്മിക്കണമെന്നാണ് ആഗ്രഹം. നമ്മളൊരു പകൽ വീട് പഞ്ചായത്ത് നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 10 മുള ഫ്ലെക്സ് പ്രകൃതിയുടെ പോഷക സമൃദ്ധമായ സമ്മാനവുമായി KFRI. കാടുകളിലെ അമൂല്യ വിഭവമായ മുള മേശയിലും ഇടം പിടിക്കും. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്ത
മുളയുടെ കൂമ്പ് ഉപയോഗിച്ചുള്ള ഫ്ലേക്സും പൊടിയും ആരോഗ്യകരമായ ഭക്ഷണ രീതികൾക്ക് പുതിയൊരു വഴി തുറക്കുന്നു. പരമ്പരാഗത ഭക്ഷണമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന മുളങ്കൂമ്പ് ദക്ഷിണേന്ത്യയിൽ അത്ര പ്രചാരത്തിലല്ല. ഭക്ഷ്യവസ്തു എന്ന നിലയിൽ മുളയുടെ പോഷക ഗുണങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായാണ് KFRIയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ R ജയരാജന്റെ നേതൃത്വത്തിൽ മുളങ്കൂമ്പ് ഫ്ലേക്സും പൊടിയും വികസിപ്പിച്ചത്. വിറ്റാമിനുകൾ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീനുകൾ, ധാതുക്കൾ എന്നിവയാൽ സമ്പുഷ്ടമായ മുളങ്കൂമ്പ് ദഹന പ്രശ്നങ്ങളെ അകറ്റി നിർത്താനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വലിയ സാധ്യതകൾ തുറക്കുമെങ്കിലും നിലവിൽ ചില വെല്ലുവിളികളുണ്ട്. പൊതുസമൂഹത്തിന് വേണ്ടത്ര അവബോധമില്ലാത്തതാണ് പ്രധാന വെല്ലുവിളി. അസംസ്കൃത വസ്തുക്കളുടെ വിതരണം, ഉൽപാദനം വലിയ രീതിയിൽ നടത്താനുള്ള വാണിജ്യ പങ്കാളികളുടെ കുറവ് എന്നിവയും ഗവേഷകർ നേരിടുന്ന വെല്ലുവിളികളാണ്. മുളങ്കൂമ്പ് പൊടിയും ഫ്ലേക്സും ഉൾപ്പെടെ 15 ഗവേഷണങ്ങളാണ് KFRI കോൺക്ലേവിൽ അവതരിപ്പിക്കുന്നത്. തൃശൂർ ജില്ലയിലെ കടൽ രക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കരാറടിസ്ഥാനത്തിൽ ലൈഫ് ഗാർഡുമാരെ നിയമിക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് 4 രാവിലെ 11 മണിക്ക് തൃശൂർ പള്ളിക്കുളത്ത് പ്രവർത്തിക്കുന്ന ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, മുൻഗണനാ മാനദണ്ഡങ്ങൾ എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ഇന്റർവ്യൂവിന് ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 0487244132 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. പുലിയാക്രമണത്തിനിരയായ കുട്ടിയെ ജില്ലാ കളക്ടർ സന്ദർശിച്ച് ചികിത്സ ഉറപ്പാക്കി. മലക്കപ്പാറയിൽ പരിക്കേറ്റ 3 വയസ്സുകാരൻ രാഹുലിനെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൽ ആശുപത്രിയിൽ സന്ദർശിച്ച് കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി. നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുനരധിവാസ നടപടികൾ പൂർത്തിയായാൽ ജില്ലയിലെ ആദിവാസി മേഖലയിലുള്ള ദീർഘകാല പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്ന് കളക്ടർ വ്യക്തമാക്കി. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഭീഷണി നേരിടുന്ന അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതിയിലുള്ള 47 കുടുംബങ്ങളെ കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് കണ്ടെത്തിയ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ സർക്കാർ നേരത്തെ ഉത്തരവിട്ടിരുന്നു. ബസിന്റെ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ ബസ്സിലേക്ക് ആക്രമിച്ചു കയറി കണ്ടക്ടറെ ആക്രമിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ സ്റ്റേഷൻ റൌഡി സിബി റിമാൻഡിൽ. പാലപ്പള്ളി തൃശൂർ റൂട്ടിലോടുന്ന യാസിൻ ബസ്സിലെ ജീവനക്കാരുമായി ഉണ്ടായ സമയത്തെ കുറിച്ചുള്ള തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് യാസിൻ ബസ്സിലെ ജീവനക്കാരായ പ്രതികൾ ആന്റണിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ചാലക്കുടി ഡിവിഎസ്പി ബിജുകുമാർ, വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് KN, സബ് ഇൻസ്പെക്ടർമാരായ പോൾസൺ, സുനിൽകുമാർ, SCPOമാരായ മുരുകദാസ്, സജീവ് എന്നിവരാണ് കേസ് അന്വേഷണം നടത്തുന്നത്. ആമ്പല്ലൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആമ്പല്ലൂർ പൈനാടത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ജോലി ചെയ്തിരുന്ന മരത്താക്കര സ്വദേശി ഭാസ്കരനാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. 64 വയസ്സായിരുന്നു. കുറച്ചു ദിവസമായി ശാരീരിക അസ്വസ്ഥതകൾ മൂലം അവധിയിലായിരുന്നു. വെള്ളിയാഴ്ച തിരികെ ജോലിയിൽ പ്രവേശിച്ചു. ശനിയാഴ്ച പുലർച്ചെ സ്ഥാപനത്തിലെ മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഭാസ്കരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുക്കാട് പോലീസ് നടപടികൾ സ്വീകരിച്ചു. അംബികയാണ് ഭാര്യ. അനു, ജിനു എന്നിവർ മക്കളും. ഷൈജു മരുമകനുമാണ്. ഭാര്യയെ ആക്രമിച്ച കേസിൽ ഭർത്താവ് റിമാൻഡിലായി. ഗാർഹിക പീഡനം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ലംഘിച്ച പ്രതിയുടെ ഭാര്യയായ പരാതിക്കാരിയുടെ ആളൂരിലുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി പരിക്കേൽപ്പിച്ച കേസിലാണ് ആളൂർ സ്വദേശി തിരുനെൽവേലിക്കാരൻ വീട്ടിൽ തങ്കമുത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത്.
പ്രധാന വാർത്തകൾ വീണ്ടും. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ പനമ്പിള്ളി കാർഗിൽ റോഡും കട്ടിലപ്പൂവം പേര ആയുർവേദ ഒപിയും റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്തിലെ വനിതകൾക്കും വയോജനങ്ങൾക്കുമായി ആരംഭിച്ച യോഗ പരിശീലനം പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നന്ദി അറിയിച്ചു. മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ തെരുവുനായ്ക്കൾക്കും വളർത്തുനായ്ക്കൾക്കും പേവിഷബാധയ്ക്കെതിരെ വാക്സിനേഷൻ നടത്തിയതിന്റെ ഉദ്ഘാടനം വൈസ് ചാൻസലർ KS അനിൽ ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.